നമസ്കാരം. കഥാസാഗരത്തിൻ്റെ മറ്റൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹവീട് എന്ന സിനിമയിൽ ഇന്നസെൻ്റ് അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, കരിങ്കണ്ണൻ മത്തായി. താൻ എന്തെങ്കിലും നല്ല കാര്യത്തെ കണ്ണുവെച്ച് പറഞ്ഞാൽ ആ നിമിഷം തന്നെ അത് നിലംപൊത്തുന്ന തരത്തിലുള്ള കഴിവുള്ള ഒരാൾ. ഞങ്ങളുടെ ഓഫീസിലും അത്തരം വിചിത്രമായ കഴിവുള്ള ഒരാളുണ്ടെന്നാണ് പരക്കെ അടക്കിപ്പിടിച്ച സംസാരം. അത് ഉറക്കെ പറഞ്ഞാൽ അയാളുടെ ചെവിയിലെങ്ങാനെത്തിയാൽ തീർന്നു കഥ എന്നാണ് അവസ്ഥ. കാരണം പുള്ളിക്കിഷ്ടമല്ലാത്ത, പുള്ളിയെ കളിയാക്കുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും ഓഫീസിലെ ഈ ദിഗംബരൻ വൈകിട്ട് ആവശ്യമായ കർമ്മങ്ങളും ക്രിയകളും നടത്തുമെന്നാണ് അടക്കം പറച്ചിലുകാരുടെ നിഗമനം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് പേര് ഓഫീസിലെ പാൻട്രിയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഓഫീസിലെ വിഷു ആഘോഷത്തിൻ്റെ കാര്യങ്ങൾ ചർച്ചയായി. ഇത്തവണ ആര് കൃഷ്ണവേഷം കെട്ടും എന്നതായിരുന്നു പ്രധാന ചോദ്യം. അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ദിഗംബരൻ്റെ തലയിലെത്തി. ദിഗംബരനും ആ സമയത്ത് പാൻട്രിയിൽ ഞങ്ങളോടൊപ്പം ചായ കുടിക്കുന്നുണ്ട്. പെട്ടെന്ന് പാൻട്രിയിലെ ചേച്ചി ഇടയ്ക്ക് കയറി പറഞ്ഞു, ആര് യവനെ കൃഷ്ണനാക്കാനാ? യവനെ കൃഷ്ണൻ്റെ അമ്മാവനാക്കാം, കംസൻ. ഒരു വലിയ ചിരി അവിടെ വീറുന്നു. പക്ഷെ ആ ചിരിക്ക് അധികം ദൈർഘ്യമുണ്ടായിരുന്നില്ല. ആ ചിരിക്കൊരു 3-4 മണിക്കൂറിൻ്റെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയ ചേച്ചി മുകളിൽ നിന്ന് എന്തോ എടുക്കുന്നതിനിടയിൽ ഒരു കമ്പിക്കഷ്ണം കൃത്യം 2 കണ്ണുകൾക്കും നടുവിലായി മൂക്കിലേക്ക് തുളഞ്ഞു കയറി 3 സ്റ്റിച്ചിനുള്ള വകയുണ്ടാക്കി. ചോര ചീറ്റുന്ന മൂക്കുമായി ആശുപത്രിയിലേക്ക് ഓടുന്ന ചേച്ചി ദിഗംബരനെ മനസ്സിലോർത്തുപോയി. രാവിലെ ഞാൻ അവനെ കളിയാക്കിയതാണല്ലോ. ഈസ്റ്റർ കഴിഞ്ഞെങ്കിലും കുരിശടയാളത്തിൽ മൂക്കിൽ പ്ലാസ്റ്റർ ഉള്ളതുകൊണ്ടും സ്റ്റിച്ച് വലിയുന്നത് കൊണ്ടും ചേച്ചിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷു കഴിയുന്നത് വരെ ചേച്ചിക്കിനി കൃഷ്ണനെന്നും കംസനെന്നും പറയാൻ ഇച്ചിരി പാടായിരിക്കും. വാലറ്റത്ത് ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, ഒരാളിവിടെ അപകടം പറ്റി കിടക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയേണ്ടത്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് പറയും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നന്ദി.